അതെ, ഇനി പറയാൻ പോകുന്നത് അത്തരത്തിലൊരു സംഭവമാണ്. ഞാൻ മനസാ വാചാ കർമ്മണ അറിയാത്ത ഒരു ദുരന്തം. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടിട്ടില്ലേ? ഇവിടെ ചാലക്കുടിക്കടുത്താണ് ആ സംഭവം. അവിടെ വെച്ചാണ് നമ്മുടെ മണിരത്നം സാറ് രാവണൻ സിനിമയുടെ കുറേ ഭാഗം ഷൂട്ട് ചെയ്തത്. നമ്മുടെ ഐശ്വര്യ റോയ്ക്കൊപ്പം ആടിപ്പാടാൻ ഞങ്ങൾ കുറേ ആനക്കാരും ആ ചിത്രത്തിലുണ്ടായിരുന്നു. ഐശ്വര്യ റോയിയുടെ കുളിയും കളിയും ഒക്കെ കണ്ട് അന്തം വിട്ട് ഞങ്ങൾ നിന്നു. നല്ല ജോറൻ ഷൂട്ടിംഗ്, ഒരു പ്രശ്നവുമില്ല. നല്ല ഗംഭീരൻ ഫുഡ്, താമസം. അങ്ങനെ നിൽക്കവേ വൈകുന്നേരമായപ്പോൾ എന്നെ പാപ്പാൻ ഒരു മരച്ചുവട്ടിലേക്ക് കൊണ്ടുവന്നു. ആണ്ടവൻ എന്ന എൻ്റെ പ്രിയപ്പെട്ട പാപ്പാനായിരുന്നു അത്. എൻ്റെ കാലിലും പുറത്തുമൊക്കെ ചങ്ങലയിട്ട ശേഷം അദ്ദേഹത്തിനെ പിന്നെ കണ്ടില്ല. ആശാൻ ഇതെവിടെ പോയി എന്നായി എൻ്റെ അന്വേഷണം. കുറേ നേരം കഴിഞ്ഞിട്ടും കാണാതായപ്പോൾ ഞാനൊന്ന് കുനിഞ്ഞു നോക്കി. അപ്പോൾ അതാ കാലുകൾക്കിടയിൽ ഞെരുങ്ങി അനക്കമില്ലാതെ ആ സാധു മനുഷ്യൻ. എൻ്റെ ഹൃദയം നൂറായി നുറുങ്ങി വീണു. എൻ്റെ അമ്മയാണ് സത്യം, ഒന്നും ഞാൻ ചെയ്തില്ല. ഏതോ ഒരു നിമിഷം എൻ്റെ കാലുകൾ ആ ദുർബലനായ മനുഷ്യൻ്റെ ഉടലിനെ ഞെരിച്ചതായിരുന്നു. ഹോ, ആ കുറ്റബോധം എന്നെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്. പോട്ടടാ, വിട്ടുകളയടാ എന്ന് മുതലാളിമാരെല്ലാം എന്നെ ആശ്വസിപ്പിച്ചെങ്കിലും അതിലിന്നും എനിക്ക് വേദനയുണ്ട്. മധുരപ്രിയനാണിവൻ. ശർക്കരയാണ് ഫേവറിറ്റ് ഐറ്റം. ശർക്കര കഴിച്ചു കഴിഞ്ഞാൽ ഓലയോ പനമ്പട്ടയോ ഒന്ന് ടച്ചിങ്സിനായിട്ട് വേണം. അതും ഒരു ശീലമാണ്. എന്തിന്? ഊക്കൻ കുഞ്ചുവിൻ്റെ എല്ലാ സ്വഭാവവും ഊക്കൻ വീട്ടിലെ ഓരോ അംഗത്തിനും മനഃപ്പാഠമാണ്. ആന ആദ്യമായിട്ട് വീട്ടിൽ വന്നപ്പോൾ ആനേനെ കുട്ടിയായിരുന്നു 10 വയസ്സുള്ളപ്പോൾ കെട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും ആനയുടെ തുമ്പിക്കൈ കൊണ്ട് ആന കെട്ടഴിച്ച് തന്നെത്താൻ ആന നടക്കണ ഒരു ഇതാണ് ആനയുടെ സ്വഭാവം. എന്ത് ചെറിയ കെട്ടിട്ടാലും ആന തുമ്പിക്കൈൻ്റെ തുമ്പ് കൊണ്ട് അഴിച്ചിടും. പിന്നെ ആന മറ്റു ആനകളെ അപേക്ഷിച്ച് ആനയ്ക്ക് കുട്ടികളോട് ഭയങ്കര സ്നേഹമാണ്. നമ്മൾ ചെറിയ 1 വയസ്സുള്ള കൊച്ചടക്കം തുമ്പിക്കൈയിൽ ശർക്കര വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൈമ തൊടാണ്ട് ആന ശർക്കര എടുക്കും. അതേപോലെ തന്നെ ആനയ്ക്ക് പാപ്പന്മാരെ ആദ്യം ഒരു ആണ്ടവൻ എന്ന് പറഞ്ഞ പാപ്പാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഷിബു എന്ന് പറഞ്ഞ പാപ്പാനാണ്. ആനനെ അധികം ഉപദ്രവിക്കേണ്ടതൊന്നും വന്നിട്ടില്ല. ഞാനിപ്പോൾ ഞാൻ അഴിച്ചിട്ട് 2 മാസമായി. വേറെ കുഴപ്പമൊന്നുമില്ല. 2 പരിപാടിക്കൊക്കെ ഒരു കുഴപ്പമില്ല. അതല്ലിൻ്റെ കൊട്ടിൻ്റെ ഒന്നും വന്നില്ല. അഴിച്ചപ്പോൾ തന്നെ ഒരു 2 കൊടുത്തുള്ളൂ. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ നല്ല ആയിട്ട് പോകണം. പിന്നെ ഇപ്പോൾ പരിപാടിയൊക്കെ ആയിട്ടുണ്ട്. പരിപാടിക്ക് പോകണം. വേറെ കുഴപ്പമൊന്നുമില്ല. കേട്ടില്ലേ? എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു മോശമായ അഭിപ്രായം ഇവർക്കുണ്ടോ? പോട്ടെ. ഇപ്പോൾ ഇത്രയും നേരമായി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? അതെ, നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയാം.